ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒട്ടും ഫ്ലോപ്പായി പോവാണ്ട് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ്. എല്ലാ കേക്കിനും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, ചോക്ലേറ്റ് കേക്കിനൊക്കെ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് 1/4 കപ്പ് കൊക്കോ പൗഡറിലേക്ക് ബാക്കി 3/4 കപ്പ് മൈദ ഇട്ടെടുത്തിട്ട് 1 കപ്പാക്കി ഫില്ല് ചെയ്തത് ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എന്നിവ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇത് മിക്സ് ചെയ്യുന്നത് നല്ല പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, നന്നായി മിക്സാക്കി കൊടുക്കണേ. ഇനി നമ്മൾ മൈദ അളന്നിട്ടുള്ള ആ കപ്പിന് തന്നെ ഒരു 3/4 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചതാണെങ്കിൽ 3/4 കപ്പ് എടുത്തിട്ട് പൊടിച്ചിട്ട് അത് മുഴുവനായി ഇട്ട് കൊടുക്കണേ. ഇനി ഇതും കൂടി ഒന്ന് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. ഇതിലേക്ക് സൈഡിലും അതുപോലെ അടിയിലൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ചെറുതാണെങ്കിൽ ഒരു 5 എടുക്കണം, വലുതായതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് പതഞ്ഞ് വന്ന് വെച്ചാൽ ഇതിലേക്ക് നേരത്തെ നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാകണ വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പ്ലഫി ആക്കി എടുക്കുക. ഇതുപോലെ നല്ല ഫോം കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റിയിട്ടുള്ള മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഇതൊരു 2-3 തവണയായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഒറ്റ ട്രിപ്പായിട്ട് മിക്സാക്കുമ്പോൾ എല്ലാം കൂടി ഒന്നായിട്ട് കട്ട കുത്തും ചെയ്യും. മുട്ട മൊത്തത്തിൽ പൊന്തി വന്നത് മൊത്തം താഴ്ന്നു പോകാനുള്ള ചാൻസും കൂടും കേട്ടോ. അതുകൊണ്ട് പതുക്കെ സാവധാനത്തിൽ മിക്സാക്കി കൊടുക്കുക. ഇടവിട്ട് ഇളം ചൂടുള്ള പാലും ആ പാലിൻ്റെയോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ മിക്സിംഗ് ഒക്കെ പതുക്കെ സാവധാനത്തിൽ ചെയ്താൽ മതി. അപ്പോഴാണ് കേക്ക് നല്ല സ്പഞ്ചി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മളിത് ഓവനിലാണ് കേട്ടോ വെക്കുന്നത്. 180 ഡിഗ്രിയിൽ ആണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരു 35-40 ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെക്കാം. ഓവനില്ലാണ്ട് കുക്കറിലാണ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിലോ ഇല്ലെങ്കിൽ ഒരു പോട്ടിലൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു റിങ് വെക്കുക. എന്നിട്ട് കേക്ക് ടിന് മേലെ വെച്ചിട്ട് നല്ലതുപോലെ എയർ ടൈറ്റായിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു പൊടിക്ക് കൂട്ടി വെച്ചിട്ട് ഒന്ന് കേക്ക് ബേക്ക് ചെയ്ത് എടുക്കുക. ഒരു 35-40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതവിടെ കേക്കൊക്കെ ഒന്ന് നല്ലതുപോലെ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു 1/2 kg വരുന്ന ഒരു സ്പഞ്ചും കൂടി റെഡിയാക്കണം. അത് ചോക്ലേറ്റാണ് കേട്ടോ. അത് ടോൾ കേക്കായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു വർക്കായിരുന്നു. ഇനി നമുക്കിതിൻ്റെ സ്പഞ്ചിൻ്റെ പ്ലഫ്നെസ് കാര്യങ്ങൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ കാണിച്ചു തരാം. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ എപ്പോഴും ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേക്കൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും കേക്ക് ഐസിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതവിടെ നമ്മുടെ കേക്ക് നല്ല സ്പഞ്ചായിട്ട് നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് അതുപോലെ ചോക്ലേറ്റ് കേക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം.